ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വിയറ്റ്നാമിലെ ഹലോങ് ബേയിൽ പോയ എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഹലോങ് ബേ എന്ന് പറയുന്നത് നോർത്തേൺ വിയറ്റ്നാമിലെ യുനെസ്കോ റെക്കഗ്നൈസ്ഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ആൻഡ് ഇറ്റ് ഇസ് വെരി ഫേമസ് ഫോർ ഇറ്റ്സ് എമറൽഡ് ഗ്രീൻ വാട്ടർ. ഈ ഹലോങ് ബേ ഹനോയിൽ നിന്ന് 175 കിലോമീറ്ററാണ്. ഏകദേശം 2.5 മണിക്കൂറാണ് നോൺ സ്റ്റോപ്പായിട്ട് ഡ്രൈവ് ചെയ്യാൻ തന്നെ ഉള്ളത്. ഈ പോകുന്ന വഴിക്കാണ് വിയറ്റ്നാമിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പോർട്ടായിട്ടുള്ള ഹൈപ്പോങ് പോർട്ട് ഉള്ളത്. അതേപോലെ തന്നെ പോകുന്ന വഴിക്ക് പേൾ ഫാമിങ്ങും അങ്ങനെ കുറച്ച് സ്റ്റോപ്സ് ഒക്കെ തരും. എല്ലാം കൂടി ഒരു 3-3.5 മണിക്കൂർ എടുക്കും. നമ്മൾ ബേയിലേക്ക് പോകുന്ന വഴിക്ക് ഇപ്പം ഹലോങ് പേൾ എന്ന് പറയുന്നൊരു പേൾ മ്യൂസിയത്തിലാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. ഇവിടെ ഒരു ലൈവ് ഡെമോ ഒക്കെ തരും. അതേപോലെ അവരുടെ തന്നെ കുറേ പേൾ പ്രോഡക്ട്സ് നമുക്ക് മേടിക്കാൻ പറ്റും. സിൻസ് ഇറ്റ് ഇസ് എ ലോങ് ഡ്രൈവ്, നമുക്ക് റെസ്റ്റ് റൂംസ്, ചെറിയ ഷോർട്ട് ഈറ്റ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്സും ഈ ഫെസിലിറ്റിയിൽ തന്നെ ഉണ്ട്. ഈ ബസ് ഓടി 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 തുവാങ് ചാവ് ടൂറിസ്റ്റ് വാർഫ് എന്ന സ്ഥലത്താണ് എത്തുന്നത്. ഈ വാർഫിൽ നിന്നാണ് നമ്മളെ ക്രൂസിലേക്ക് മാറ്റുന്നത്. നമ്മളെടുത്തത് ലെ ജേർണി 5 സ്റ്റാർ ലക്ഷറി ക്രൂസ് ആണ് കേട്ടോ. 5 സ്റ്റാർ ഓർമ്മ വേണം, 5 സ്റ്റാർ. 2 തരം ക്രൂസ് ആണുള്ളത് ഹലോങ് ബേയിൽ. ഒന്ന് ഡേ ട്രിപ്പ്, രാവിലെ പോയിട്ട് വൈകുന്നേരം വരാവുന്ന, പിന്നെ ഓവർ നൈറ്റ് സ്റ്റേ. ഞങ്ങൾ ഓപ്റ്റ് ചെയ്തത് ഓവർ നൈറ്റ് സ്റ്റേ ആണ്. ഈ വലിയ ക്രൂസ് ബോട്ട്സ് ടെക്നിക്കൽ റീസൺസ് കാരണം ബർത്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെ ചെറിയ ബോട്ടിൽ കൊണ്ടുപോയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ചെറിയ ബോട്ടിൽ നിന്ന് വലിയ ക്രൂസിലേക്കുള്ള ട്രാൻസ്ഫർ ഭയങ്കര സീംലെസ് ആയിരുന്നു. ഞങ്ങൾ ചെക്ക് ഇൻ പാസഞ്ചേഴ്സ് ആയതുകൊണ്ട് അറൈവ് ചെയ്തപ്പോൾ തന്നെ ലഞ്ച് സെർവ് ചെയ്തു. ഈ ലഞ്ച് കഴിച്ചു കഴിയുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ലഗേജസ് എല്ലാം അതായത് സ്വീറ്റ് റൂംസിൻ്റെ ഫ്രണ്ടിലേക്ക് മാറ്റിയിരുന്നു. ലഞ്ചിന് ശേഷം നേരെ ഡെക്കിലേക്ക് പോയിട്ട് ഈ ഹലോങ് ബേയുടെ ഒരു 360 ഡിഗ്രി വ്യൂ ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇറ്റ് ഈസ് ആക്ച്വലി വർത്ത് ഇറ്റ്. ഈ ക്രൂസിൽ നമുക്ക് പല ഐലൻഡ്സ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദർ ആർ ഐലൻഡ്സ് ലൈക്ക് ഫൈറ്റിംഗ് കോക്സ് ഐലൻഡ്, ഡോഗ് സ്റ്റോൺ ഐലൻഡ് ആൻഡ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്ലി ടേർട്ടിൽ ഐലൻഡ്. പക്ഷേ ഞങ്ങൾ ഇതിലൊന്നുമല്ല പോയത്. ഞങ്ങൾ പോയത് ടീ ടോപ്പ് ഐലൻഡിലേക്കാണ്. ടീ ടോപ്പ് ഐലൻഡിൻ്റെ വ്യൂസ് എല്ലാം എൻജോയ് ചെയ്തിട്ട് നമ്മൾ പോയത് ലുവാൻ കേവിലേക്കാണ്. അവിടെ കയാക്കിങ്ങും ഉണ്ട്, അതേപോലെ ബാംബു ബോർഡ്സ് റൈഡും ഉണ്ട്. ഞങ്ങൾ പിന്നെ അതിസാഹസികരായതുകൊണ്ട് തന്നെ അധികം സാഹസത്തിന് നിന്നില്ല. നേരെ പോയി ബാംബു ബോട്ട് തന്നെ ചൂസ് ചെയ്തു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പല ബോട്ടുകളിലുള്ള തുഴക്കാരും ഒരു പാട്ട് ഒരേ താളത്തിൽ ഒരേ സമയം പാടും. അന്നേരം ഈ നേച്ചറിലുള്ള ഈ എക്കോ എല്ലാം നല്ല ഒരു ഫീലിംഗ് ആണ് തരുന്നത്. ഇത് ഞങ്ങൾ ചോദിച്ചു എന്താണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. അന്നേരം അവർ പറയുന്നത് ഇത് ഞങ്ങളുടെ ടയർഡ്നെസ് കുറയ്ക്കും, ഞങ്ങൾക്കൊരു ഒരു 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 ഫീലിംഗ് ഓഫ് എനർജി തരും, അതേപോലെ ഞങ്ങൾക്ക് ഒരു ലോക്കൽ കൾച്ചർ നിങ്ങളിലേക്ക് പാസ് ഓൺ ചെയ്യാൻ പറ്റും. അങ്ങനെ 30 to 35 ഈ നേച്ചറോട് ചേർന്നുള്ള ഒരു ക്രൂസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നമ്മുടെ മെയിൻ ബോട്ടിലേക്ക് പോയി. ആക്ച്വലി ഈ ഒരു പാക്കേജ് നിങ്ങൾ എടുക്കണം. കാരണം എന്താ പറയുക, നല്ല ഫ്രഷ് എയർ കിട്ടും, സൂപ്പർ എക്സ്പീരിയൻസ്. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം മനസ്സിൽ വെച്ചേക്കണേ, നിങ്ങൾ പോകുന്ന സമയത്ത് വെദർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞങ്ങൾ പോയത് നവംബർ ബിഗിനിങ്ങിലാണ് ആൻഡ് ദ വെദർ വാസ് റിയലി പ്ലസൻറ്റ്. റീല് സെൽഫി എടുത്തെടുത്ത് തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ക്രൂസിലെത്തിയിട്ട് കുറച്ച് സെൽഫിയും വീഡിയോസും എല്ലാം എടുത്തിട്ട് കുക്കിംഗ് ക്ലാസ്സിനാണ് പോയത്. അൺഫോർച്ചുനേറ്റ്ലി ഈ കുക്കിംഗ് ക്ലാസ്സിന് നമ്മൾ വീഡിയോ എടുത്തില്ല. മെയിൻലി പഠിപ്പിച്ചത് അവിടെ റൈസ് നൂഡിൽസും ഫോയും റാപ്സും ഒക്കെ ഉണ്ടാക്കാനുള്ള ടെക്നിക്സാണ്. കുക്കിംഗ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഇവിടുന്ന് കുറച്ച് സാമ്പിളൊക്കെ അടിച്ചിട്ട് നേരെ പോയത് ഡിന്നറിനായിരുന്നു. ഞങ്ങൾ അവിടെ വെച്ച് കണ്ടുമുട്ടിയ 2 ഫ്രണ്ട്സാണ് ഇവർ, മാർക്ക് ആൻഡ് സാർ. 2 പേരും സ്പെയിനിൽ നിന്നുള്ളവരാണ്. അവർക്ക് ഒരു വാക്ക് ഇംഗ്ലീഷും ഞങ്ങൾക്ക് ഒരു വാക്ക് സ്പാനിഷും അറിയില്ല. ഗൂഗിൾ ട്രാൻസ്ലേറ്റ്
ഇടനില നിന്നിട്ട് ഉണ്ടാക്കിയ ഫ്രണ്ട്സാണ്. ആൻഡ് ദേ ആർ റിയലി ജെനുവിൻ ആൻഡ് ഗുഡ് ഗൈസ്. ഞങ്ങൾ ഇപ്പോഴും വി ആർ സ്റ്റിൽ ഇൻ ടച്ച് വിത്ത് ദം. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പോയത് കരോക്കെ നൈറ്റിനാണ്. അടിപൊളി നൈറ്റായിരുന്നു. ഞങ്ങളും പാടി. ഞങ്ങളുടെ പാട്ടിന് നീളം കൂടുതലായതുകൊണ്ടും വീഡിയോ ഡൗൺലോഡ് ആവാത്തത് കൊണ്ടും ഞങ്ങൾ ഈ വീഡിയോയിൽ ചേർക്കുന്നില്ല. രാവിലത്തെ സൺറൈസിൻ്റെ സമയം വെച്ച് നമ്മൾ എഴുന്നേറ്റാൽ ബ്യൂട്ടിഫുൾ സൺറൈസും കാണാം. ഞങ്ങൾ മേളിൽ ചെന്നപ്പോഴത്തേനും മാർക്കും സാറേയും ഓൾറെഡി അവരുടെ ഡ്രോണെല്ലാം സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരു ബ്രഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ ഹനോയിലേക്ക് തന്നെ പോയി. ഒരു 11:30-12 ആയപ്പോഴത്തേന് തിരിച്ച് ലാൻഡിലെത്തി. വിയറ്റ്നാമിലെ ഹനോയിൽ തന്നെ വേറെ കുറേ വീഡിയോസും ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതേ ചാനലിൽ. പ്ലീസ് ഡു ചെക്ക് ഔട്ട്. അപ്പം അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.